ബിഗ് ബോസിൽ ഇന്നലെ രസകരമായ എപ്പിസോഡായിരുന്നു. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നലത്തെ എപ്പിസോഡ്. സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമ്മുടെ പുട്ട് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന ഒരു വ്യത്യസ്ത ഒരു തരം ഇതാണ് നമ്മുടെ നെവിൻ കാണിച്ചു വെച്ചത്. ഒരു സംഭവം കാണിച്ചു വെച്ചത് നല്ല രസമുണ്ടായിരുന്നു. രാവിലെ തന്നെ ശോകമായ നടക്കുന്ന അനുമോളെയാണ് നമ്മൾ കാണുന്നത്. അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ പോലെ പ്രേതം പോലെ ഭയങ്കര സാഡായിട്ടും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, വിക്ടിം കാർഡ്, ഏതൊക്കെ കാർഡാണോ അതെല്ലാം യൂസ് ചെയ്യണം അവിടെ ഇരുന്നിട്ട്. അനീഷ് പിന്നെ പോയി ചേർന്ന് ഇങ്ങനെ പറയണം, എന്താണ് മോളെ ഇന്നലത്തെ കാര്യം വിട്ടൂടെ, മുമ്പത്തെ പോലെ സംസാരിച്ചൂടെ, ആതിര നൂറായിട്ടൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ വിളിച്ചു. പക്ഷേ അനുമോൾ അങ്ങനെ സംസാരിക്കാനൊന്നും താല്പര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെയും കുറച്ച് സംസാരിക്കലുണ്ട്. പക്ഷേ അവൾ പറഞ്ഞാൽ സംസാരിക്കാൻ അനുമോളും സംസാരിക്കണ്ട, അല്ലാണ്ട് അനീഷേട്ടൻ മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ അനീഷ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അനുമോളും പുറകെ ഇറങ്ങിപ്പോയി, എനിക്ക് സംസാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാബുമാനെ കുറേ വാരനുണ്ട് എല്ലാവരും കൂടി. പാവം, ചിലപ്പോൾ പഞ്ചപാവം തോന്നും. ഇങ്ങനെ ഒന്നാമതൊരു പുതിയ പേരും കൂടി കിട്ടിയിട്ടുണ്ടല്ലോ, നാരുമാൻ. അപ്പോൾ നാരു എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിങ്ങനെ അഭിപ്രായങ്ങൾ ചോദിക്കും. എന്നിട്ട് പറയണ അഭിപ്രായങ്ങളെ മൊത്തം ഇവരിരുന്ന് കളിയാക്കും. പാവം തോന്നും ചില സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രസകരമായ ടാസ്കുകളുണ്ടായിരുന്നു. മണി ടാസ്ക്, അത് വിൻ ചെയ്തത് 3.5 ലക്ഷം വിൻ ചെയ്ത് നമ്മുടെ നൂറായിരുന്നു. നല്ലപോലെ കളിച്ചു എല്ലാവരും ആ ടാസ്കിൽ. പിന്നെ ബിഗ് ബോസ് ഈ പ്രൈസ് മണിയിലുള്ള കാശെല്ലാം ഈ ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കുമായിരുന്നു ഓരോരുത്തരോട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, നെവിൻ പറഞ്ഞു, സാബുമാൻ പറഞ്ഞു, ഇത് ഒട്ടും ശരിയല്ല ബിഗ് ബോസ്, ജയിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നല്ല ഇതെടുക്കട്ടെ, എക്സ്ട്രാ വേറെ കാശാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഇത് ജയിക്കുന്ന ആൾക്കാർക്ക് ആരാ ജയിക്കണമെന്നറിയില്ല, അവരുടെ കാശ് ഇങ്ങനെ കുറഞ്ഞിരിക്കുന്നത് ശരിയല്ലല്ലോ, ഞാൻ ഇതിനോട് യോജിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു സാബുമാൻ. ബാക്കി എല്ലാവരും, അക്ബറും അങ്ങനെ ഇല്ല, ഇത് മോശമാണ് ബിഗ് ബോസ് എന്നൊക്കെ. അപ്പോൾ എന്നിട്ട് ബിഗ് ബോസ് പറയേണ്ടതെന്ന്, നിങ്ങളുടെ അഭിപ്രായം പറയാൻ വേണ്ടി, മനസ്സിലിപ്പോൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിക്കണം. അപ്പോൾ അക്ബർ പറയേണ്ടത്, അറിഞ്ഞില്ലേ ഞങ്ങളുടെ മനസ്സിലിപ്പോൾ എന്താണെന്നൊക്കെ പറഞ്ഞ് നല്ല രസകരമായ ഫണ്ണായിരുന്നു അവിടെ ഇവിടെ. പിന്നെ അക്ബറിൻ്റെ കുറേ പാരഡി പാട്ടുകളും എല്ലാം നല്ല. പിന്നെ പരസ്പര ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ പരസ്പര ബന്ധമില്ലാത്ത ആൻസർ പറയുക, അതും നല്ല രസകരമായിട്ട് എല്ലാവരും ചെയ്തു. അതിൽ അക്ബർ വിജയിച്ചത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് അനുമോളുടെ കുറച്ച് ഡ്രാമയായിരുന്നു, അൺസഹിക്കബിളായത്. അതായത് സഹിക്കാൻ പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ പോയി ഓരോരോ മോന്തയും വെച്ചിട്ട്, മോന്തെ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം വരും. അതുമാതിരിയാണ് അവിടെ ഇവിടെയൊക്കെ പോയി ഇങ്ങനെ ഇരുന്ന് സിനിമയിലെ ഒരു ശോക നായിക ഇരിക്കണ പോലെ ഇങ്ങനെ ഇരുന്ന് വെറുപ്പിക്കുക മനുഷ്യനെ. ശരിക്കും പറഞ്ഞത് എനിക്കിപ്പോൾ വന്ന് അനുമോളെ കണ്ടുകൂടാ, അത്രയ്ക്കും ദേഷ്യം. അത് ഒരു കാട്ടാൻ കണ്ടു കഴിഞ്ഞാൽ ഓവർ ആക്ടിങ്ങിന് അപ്പുറം എന്തോ സംഭവം പോലെയാണ് ഇപ്പോൾ അനുമോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.